അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇപ്പം ഇന്നിതാ December 2 ഇവിടെ UAE നാഷണൽ ഡേ സെലിബ്രേഷനാണ്. അങ്ങനെ 3 ദിവസത്തെ ലീവ് ഉണ്ട് നാഷണൽ ഡേക്ക്, UAE നാഷണൽ ഡേക്ക്. അങ്ങനെ ആ ദിവസം സെക്കൻഡ് ഡിസംബറിന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു, 1 ഡേ ട്രിപ്പ്. അപ്പോൾ പോകുന്നത് അവിടെ ദിബ്ബ, കോർഫാക്കാൻ, ഫുജേറ ബൈക്കാണ്. അങ്ങോട്ട് പോയിട്ട് കുറച്ചായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇത് വീട്ടിൽ നിന്ന് ഞാൻ ഷെജിലയും കൂടി ഇറങ്ങിയിട്ട് നേരെ നൈഫിൽ പോകണം. നൈഫിൽ പോയിട്ട് ഹുസൈനെ എടുത്തിട്ട് വേണം. പിന്നെ ഹുസൈനും ബാബാജി മഹസും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെടുത്തിട്ട് നേരെ ഞങ്ങൾ ഷാർജയിൽ പോകും. ഷാർജയിൽ പോയിട്ട് പിന്നെ പൂക്കോയാനെ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോസ് ഞങ്ങളിവിടെ സ്റ്റാർട്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടായി. ഞാൻ സ്റ്റിയറിങ് കൈമാറി നമ്മുടെ ഹുസൈൻ്റെ കയ്യിൽ. ഷെജില അങ്ങനെ നൈഫിലെത്തി. ഞാനിതാ സ്റ്റിയറിങ്ങും കൈമാറി. കണ്ടല്ലോ, ഹുസൈനാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ മറ്റേ സൈഡിലിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ബാക്കിൽ. അങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനി പൂക്കോയനെ കൂടി എടുക്കണം. അത് ഷാർജയിൽ പോയിട്ട് പോകുന്ന ബൈക്കാണ് ഷാർജ. അപ്പോൾ അവിടെ പോയിട്ട് വേണം പിന്നെ പൂക്കോയ എടുത്തിട്ട് ഞങ്ങളുടെ ജേണി അവിടെ നിന്നാണ് തുടങ്ങാൻ. ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്ന ബൈക്കാണ്. അപ്പോൾ പോകുന്ന ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതാ ഞങ്ങൾ ഷാർജയിലെത്തിയിട്ട് ഇവരാരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങിയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ വണ്ടി എടുത്തത് പൂക്കോയാണ്. അപ്പോൾ ഹുസൈൻ ബൈക്കിലോട്ട് പോയി പൂക്കോയ അങ്ങനെ തകൃതിയിൽ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ കോമഡിയും കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങളതാ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ട്രിപ്പ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, തീരും വരെ കാണണേ. എന്നാലേ ഞങ്ങളുടെ ഈ രസമുള്ള ഈ യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിങ്ങളെയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് വേണം കമൻറ്റിൽ അറിയിക്കാൻ. പിന്നെ ഞങ്ങളിങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പോകണം കേട്ടോ. ഈ മരുഭൂമി ഇത് കുറേ മലകളുടെ ഇടയിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പം നല്ലൊരു രസമാണ്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിലും പച്ചപ്പിൻ്റെ ഇടയിലല്ലേ. ഇതിപ്പോൾ 2 മലകളുണ്ടല്ലോ, ഈ മരുഭൂമിയിൽ കൂടെ പോയിട്ട് പിന്നെ അങ്ങോട്ട് ഫുജേറ ദിബ്ബ ബൈക്ക് കയറുമ്പോഴത്തേക്ക് ഫുൾ മലകളാണ് കേട്ടോ 2 സൈഡിലും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. പിന്നെ പൂക്കായ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കയറ്റിയിരുന്നു വണ്ടിയിൽ. പിന്നെ അതൊക്കെ അങ്ങനെ കഴിച്ച് ചിരിച്ച് കളിച്ചിട്ട് തന്നെയാണ് പോയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ട്രിപ്പ്. ഇതാ ബൈക്കിലേക്ക് 2 എണ്ണത്തിനെ ഇട്ടു. അവർ 2 അവിടെ സുഖമായിട്ടിരുന്നിട്ട് അങ്ങനെ ചൊറ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കോയ കൊണ്ടുവന്ന പൊമിഗ്രാനൈറ്റും പിന്നെ ഇതുണ്ടായിരുന്നു, സ്ട്രോബെറിയൊക്കെ ഉണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് വന്നത്. അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് നിർത്തും, പിന്നെ കുറച്ച് അവിടെ ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ള പോയിട്ട് ഇതിന്ന് ഞങ്ങൾ നേരെ പോയത് മസാഫി റൂട്ടിലേക്കാണ്. മസാഫി റൂട്ടിൽ പോയിട്ടാണ് ദിബ്ബയിലോട്ട് കയറിയത്. അപ്പോൾ മസാഫി റൂട്ടും ദിബ്ബ റൂട്ടും ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. അവർ കുട്ടികൾ അതിൻ്റെ മുകളിൽ കയറി പാറൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇറങ്ങി വന്നു. മാസൂമും അജിയും ബാവയൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് അവിടെ നിന്ന് ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് അവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാം ഷെയർ ചെയ്യാൻ ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ 1 ഡേ ട്രിപ്പ്. ഇവർ മുകളിലോട്ട് പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോകാൻ പറ്റും, ഓരോ കല്ല് ചവിട്ടിയിട്ട് അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ച്
കുറച്ച് ഡിഫിക്കൽട്ട്, കാരണം നമുക്ക് തോന്നിയ പോലെ ബാലൻസ് കിട്ടില്ല. അവർ പിന്നെ ഒരുവിധം ഒപ്പിച്ചിറങ്ങി. ഞാൻ കുറച്ച് കയറിയിട്ട് അങ്ങനെ ദൂരമൊന്നും പോയിട്ടില്ല, കുറച്ച് കയറിയിട്ട് പിന്നെ ഇറങ്ങി. കാരണം ഇറങ്ങുമ്പോൾ ഭയങ്കര പണിയാണ്, ഒന്ന് വീണ് പോയാൽ പണി കിട്ടും. മാഷാ അല്ലാഹ് അവരിങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ മൊണ്ടക്കം കല്ലൊക്കെ നോക്കി നടന്നിട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അവർ വന്ന ശേഷം പിന്നെ ഞങ്ങൾ ഇപ്പുറം ഐസ്ക്രീമിൻ്റെ കട ഇതുണ്ട്, ഒരു വണ്ടിയുണ്ട്, അവിടെ പിന്നെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. പിന്നെ പൂക്കോയും ഹുസൈനും ഒക്കെ ഇവിടെ നിന്നിട്ട് ഫോണൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു താഴെ തന്നെ. അപ്പോൾ ഇവരെത്തിയിട്ട് പിന്നെ കുറേ ഫോട്ടോസും എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ട്രിപ്പ്. പിന്നെ ഇത് ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം പിന്നെ ഇവർക്കെല്ലാം കൂടി വാങ്ങിച്ച്, പിന്നെ അതിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ബാക്കിയുണ്ടായിരുന്നു, നമ്മൾ വണ്ടിയിൽ കയറ്റിയ ഫ്രൂട്ട്സ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ അത് വാങ്ങിയ ഐസ്ക്രീം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രൂട്ട് സലാഡാക്കി. അതും നല്ല അങ്ങനെ ആക്കിയപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇവർ വാങ്ങിയ ഐസ്ക്രീം കളർഫുൾ ഐസ്ക്രീം ആയിരുന്നു, ചോക്ലേറ്റും മാംഗോ ഫ്ലേവറും എല്ലാം ഇട്ട് കണ്ട നല്ല കളർഫുൾ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇവരെന്താക്കി, ആ ഐസ്ക്രീം എല്ലാം കൂടിയിട്ട് ഫ്രൂട്ടിൻ്റെ ആ ടിന്നിൽ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ അത് കഴിച്ചപ്പോൾ അത് ഫ്രൂട്ട്സും കൂടി ആ ഒരു പോമിഗ്രാനൈറ്റും സ്ട്രോബെറിൻ്റെ ഒരു പീസൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വണ്ടി വിട്ടത്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വിട്ടു. പിന്നെ അങ്ങനെ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫ്രൈഡേ മാർക്കറ്റാണ് കേട്ടോ, മസാഫിയിലെ ഫ്രൈഡേ മാർക്കറ്റാണ്. അവിടെ എത്തിയാലും സാധാരണ നിർത്താറുണ്ട്, പക്ഷേ അന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഹാസ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ദിബയിൽ. പിന്നെ ഇത് ഖസർ മസാഫി റെസ്റ്റോറൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ള കടയാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ എപ്പോൾ എനിക്ക് അവിടുത്തെ അലീസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ കഴിക്കാനും വാങ്ങിച്ചു. പിന്നെ ഇതും പാർസലും വാങ്ങിച്ചു കേട്ടോ. വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ ആ വഴി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ പാർസൽ വാങ്ങിച്ചു. ഇതാണ്ട് ഇത് 1000 years ഓൾഡ് കേവ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ബോർഡ് വച്ചിരുന്നു ആ ഷോപ്പിൽ, ആ ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ നല്ല തിരക്കുണ്ട്, അറബികളും അവിടെ പോകുന്നവരൊക്കെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ബിരിയാണിയും അലീസയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കട്ടെ, അവർ പാർസൽ എടുക്കുന്ന ടൈം കൊണ്ട് ഇത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഇത്രയേ ഉള്ളൂ. അവർ കേവ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കേവിൻ്റെ അകത്ത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ ഒരു ബോർഡ് വെച്ചതാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഒന്ന് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഇവരൊക്കെ ആദ്യമായിട്ടായിരുന്നു. പൂക്കോയ നേരത്തെ പൂക്കോയ ഹുസൈനൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഈ പ്ലേറ്റിന് 10 ദിറംസാണ് കേട്ടോ. അപ്പോൾ 5-ൻ്റെ ഉണ്ട്, 10-ൻ്റെ ഉണ്ട്, 15-ൻ്റെ ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, അങ്ങനെ പല റേറ്റിലുള്ളതുകൊണ്ട്. അപ്പോൾ നല്ല ചൂടോടെ എല്ലാവരും കൂടി അത് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ദിബയിലേക്ക് വണ്ടി വിട്ടത്. ദിബയിലേക്ക് ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഒരു അരമണിക്കൂർ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എത്തും. അങ്ങനെ എല്ലാവരും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വയ്ക്കുന്ന അതും ഇതുമൊക്കെ ഇറങ്ങി കഴിച്ചിട്ടൊക്കെ പോകുന്നതുകൊണ്ട് രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാദ്യം നമ്മൾ പോകുന്ന സ്ഥലത്ത് മുമ്പ് ഒരു മൈതാനം, ആ ഒരു മൈതാനത്തിൽ കുറേ ഒട്ടകം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മളവിടെ ഇറങ്ങി. അപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ ഇവരങ്ങ് കൊടുക്കുന്നതാണ്. അപ്പോൾ 2 ഒട്ടകത്തിൻ്റെ ഫ്രണ്ടിലെ കാൽ രണ്ടും ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, കാരണം അത് ഓടിപ്പോകാൻ, അല്ലെങ്കിൽ കാല് നീട്ടി വെച്ച് അടിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ പാവ ഒട്ടകങ്ങൾ അത് കൊടുത്തപ്പോൾ രണ്ടും ഇങ്ങനെ നല്ല അനുസരണയോടുകൂടി അത് കഴിക്കുന്നുണ്ട്, അജിയും ബാവയും മാസും ഒക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാം പോയിട്ട് അത് കൊടുത്തു. പിന്നെ കുറേ ഫോട്ടോസ്, ഒട്ടകത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു.
വെള്ളം ഉണ്ടായിരുന്നു വണ്ടിയിൽ വെള്ളമൊക്കെ കൊടുത്തു. അതിൻ്റെ ദാഹം വിശപ്പ് ഒരുവിധം അങ്ങനെ മാറില്ലല്ലോ നമ്മൾ കുറച്ച് കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. എന്നാലും നമ്മൾക്കൊരു സമാധാനത്തിന് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പോയത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒട്ടകത്തിൻ്റെ പരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സ്ഥലം എത്തി. സീ ടേസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ദിബ്ബ വഴിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലൊന്ന് പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല സീ ഫുഡ് കിട്ടും. നല്ല അടിപൊളി ഗ്രില്ല് ചെയ്ത സീ ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളെ ദ്വീപുകാരൻ റിയാസിൻ്റെ പാർട്ട്ണർഷിപ്പ് കൂടിയുണ്ട് ഇതിൽ. അപ്പോൾ ഹാസിം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹാസിമിനെ കാണാനും അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വൺ ഡേ ട്രിപ്പ് അടിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇത്രയും മെനക്കെട്ടിട്ട് അങ്ങോട്ട് പോയത്. ഇൻഷാ അല്ലാഹ് ഹാസിമിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വന്ന ആ ടൈമിൽ ഞങ്ങളുടെ ഇഫ്താർ മീറ്റിന് വന്നിട്ട് പോയതാണ്. പിന്നെ ഇത്രയും ദൂരം വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരുന്നത് കുറവാണ്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ എല്ലാവരെയും കണ്ടു. ഹസുമ് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഹാപ്പിയാണ്, അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ ഡിഷ് കാണിച്ചു തരാം ഞാൻ. ഇതൊക്കെയാണ് ഫിഷ് ഗ്രില്ല് ചെയ്തതാണ്. കല്ലുമുക്കായ ഗ്രില്ല് ചെയ്തതുണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ ഇവിടുത്തെ അറബികൾ കഴിക്കുന്ന ഒരു മീനുണ്ട് സാൽമൺ, അത് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ സീബ്രീം എന്ന് പറഞ്ഞിട്ടുള്ള മീനുണ്ട്. പിന്നെ നമ്മുടെ ഫലഞ്ഞിയില്ലേ, മീൻ മുട്ട, ഞങ്ങളെ ദ്വീപിൽ അതിനെ ഫലഞ്ഞി എന്ന് പറയും, ഫലഞ്ഞി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി നല്ല വിശാലമായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. റൈസ് വൈറ്റ് റൈസും ഉണ്ട്, പിന്നെ ബിരിയാണി റൈസും സൈഡിലുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആഫ്റ്റർ എഫക്റ്റ് കാണണ്ടേ? ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് ഒന്നും ബാക്കിയില്ല. കൊണ്ടുവന്ന് വെച്ച പ്ലേറ്റൊക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ. അത്രയും നല്ല അടിപൊളി, നല്ല എമ്മി ടേസ്റ്റി ആയിരുന്നു. ആരെങ്കിലും ആ ദിബവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ സീ ടേസ്റ്റ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് അടിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിള് അതിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി നിർത്തും. ഗൂഗിൾ മാപ്പിലുണ്ട് സീ ടേസ്റ്റ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മിൻറ്റ്
ടീ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ആയാൽ പിന്നെ കുശാലാണ്. അപ്പോൾ അതും കൂടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിന്നെ അത് ചായയൊക്കെ കുടിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാനില്ല, അത്രയും മാഷാ അല്ലാ നല്ല ഫുഡ് തന്നെയാണ്. ഇത് ഞാൻ പ്രൊമോഷൻ പോലെ ആണെങ്കിൽ എന്ന് വേണമെങ്കിലും പറയാം, കാരണം അത്രയും നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും പോയി സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആ വൈക്ക് പോകുന്നുണ്ടെങ്കിലും, ആ ദിബയിലുള്ളവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും, ഫുജൈറ വൈക്കൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും ഒന്ന് പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുജൈറ വൈക്ക് പിന്നെ പോകണം. അപ്പോൾ സവാദും ഫാമിലി അവിടെ ഉണ്ട്, അവിടെ ഒന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇതാ ഹസ്ബൻഡിനോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ വണ്ടി വിടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഹസ്ബൻഡിനെ വിട്ടിട്ട് വരുമ്പോൾ ഒരു വിഷമമുണ്ട്, കാരണം നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളടുത്ത് വന്നാലും ശരിയാവില്ല, നമ്മളെ കൂടെ വന്നാലും ശരിയാവില്ല. ഇവിടെ അങ്ങനെയാണ്, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈമിൽ നമുക്ക് എങ്ങും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡുമായിട്ടുള്ള ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വരുമ്പോൾ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ, ഒരു തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ നേരത്തെ പോയപ്പോൾ ആ തോട്ടത്തിലൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മാങ്ങയും ഈത്തപ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ പെരുന്നാളിന് ഈദിന് പോകുമ്പോൾ ഹുസൈനും ബാവയൊക്കെ പോയപ്പോൾ ഈദിനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് തന്നെയാണ്. പക്ഷേ ഈ ടൈമിലൊന്നും ഇല്ല, കാരണം തണുപ്പായല്ലോ. അപ്പോൾ ഈ ടൈമിലൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് കയറായി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അവിടെ നഴ്സറി പോലെയാണ്, അവിടെ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഇതും പച്ചക്കറീൻ്റെ ഒക്കെയുള്ള ചെറിയ ചെടികൾ കൊടുക്കുന്ന സ്ഥലമാണ്. വളവും മണ്ണും മിക്സൊക്കെ ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ കായ്ച്ച് വരുന്നിട്ടുണ്ട് കേട്ടോ. ഹുറുവാമ്പായൊക്കെ പൊമിഗ്രാനൈറ്റ് കായ്ച്ച് വരുന്നിട്ടുണ്ട്. അത് മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ മൂത്ത് പഴുത്തതൊക്കെ ആണെങ്കിൽ പാകമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും, ഒന്നും പറയില്ല. അങ്ങനെ ഇതപ്പോൾ കരിമ്പൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ വെറുതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പേക്കിലാണ്. ഞങ്ങൾ കരിമ്പ് കണ്ടപ്പോൾ പിന്നെ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തിന്നിട്ടാണ് പിന്നെയുള്ള നടത്തം. പിന്നെ അവിടെ കുറേ ഇങ്ങനെ നടന്ന് തിരിച്ച് ഞങ്ങൾ പിന്നെ തിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലേറ്റാകണ്ട, അവിടെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടുത്തെ പാകിസ്ഥാനി ബ്രദേഴ്സ് അവിടെ റൊട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നിന്ന് പോയിട്ടാണ് അവരുണ്ടാക്കുന്ന റൊട്ടി. നമ്മൾ ഇപ്പോൾ എത്ര മെനക്കെട്ടാലും നമ്മൾ അങ്ങനെ നിന്ന് പോകും, കാരണം അത് എത്ര പെട്ടെന്ന് അവർ ഈസി ആയിട്ട് ഇങ്ങനെ വീശി അടിച്ചിട്ട് വലിയൊരു റൊട്ടി ഉണ്ടാക്കിയിട്ട് അവർ ഇവിടെ ഇരുമ്പ് നമ്മ ഇതിലൊന്നുമല്ല, അവർ ഈ ഇതുണ്ടല്ലോ ഏത് ബാറിൽ അത് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തീയിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വീശി ഇട്ടിട്ട് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വെറൈറ്റി, ഒരു രസം തോന്നി. അപ്പോൾ പിന്നെ അതും കൂടി അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വീശി അടിച്ചിട്ട് ഇങ്ങനെ തുണി അലക്കും പോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിരിക്കുന്ന പോലെ കൊണ്ടിട്ട് ആ ഒരു ബാറലിൽ മേലെ ഇങ്ങനെ ഇടല. പിന്നെ അതൊരു കോല് കൊണ്ടാണ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് 4 ഭാഗവും അവർ പാകപ്പെടുത്തി ചുട്ടെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊന്നൊരു പീസ് ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ തന്നു, കാരണം നമ്മൾ നോക്കി നിന്നല്ലോ അതിൻ്റെ, അവരോട് സംസാരിച്ചിരുന്നിട്ട് കുറച്ച് നേരം ആ റൊട്ടി ചുട്ടെടുക്കും വരെ ഞങ്ങളവിടെ നിന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യത്തെ റൊട്ടി ചുട്ടപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ടേസ്റ്റ് നോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇവിടുത്തെ പണിക്കാരൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് തിന്ന് കഴിക്കുമ്പോൾ അപ്പുറത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വേറെ ഒരാൾ. അപ്പോൾ ചിക്കൻ കറിയും റൊട്ടിയാണെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളോട് കഴിച്ചിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു വേണ്ട നിങ്ങൾ കഴിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു റൊട്ടീൻ്റെ ടേസ്റ്റ് നോക്കുന്ന പറഞ്ഞിട്ട് റൊട്ടിയൊക്കെ തന്നിരുന്നു കേട്ടോ. ഒരു പകുതി റൊട്ടി നമുക്ക് തന്നിരുന്നു ടേസ്റ്റ് നോക്കാൻ. അപ്പോൾ അത് വണ്ടിയിലിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കുറേശ്ശെ കഴിച്ചങ്ങ് തീർത്തു. ഇതാണ് റൊട്ടീൻ്റെ പകുതി നമുക്കിപ്പോൾ ഇതാക്കി തന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു, ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രസമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുജൈറയിൽ പോകുന്ന വഴിക്കാണ്. അന്ന് നാഷണൽ ഡേ ആയതുകൊണ്ട് ദുബായിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സ്പ്രേ അടിക്കലും, വണ്ടി ബ്ലോക്കാക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് വണ്ടീൻ്റെ അകത്തൊക്കെ ഇങ്ങനെ അടിക്കൽ.
സ്നോ പോലെ ഇങ്ങനെ അടിച്ചു സ്പ്രേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിയമം അങ്ങനെ പാടില്ല എന്നാക്കിയപ്പോൾ പിന്നെ ഫുജേറിയിലുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ വണ്ടീൻ്റെ മേലെ ഇങ്ങനെ സ്പ്രേ അടിക്കലും കണ്ട സീറ്റിൻ്റെ മേലെ സ്പ്രേ അടിക്കലും ഇവരങ്ങോട്ട് അടിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അറബി ചെക്കന്മാരുടെ കയ്യിൽ നിന്ന് ഇവർ കെഞ്ചി വാങ്ങി, ഒന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് കെഞ്ചി വാങ്ങിച്ചിട്ടാണ് അജിയും മാസും ഒക്കെ അങ്ങോട്ട് ഷെജിലൊക്കെ അങ്ങോട്ട് അടിച്ചത്. കണ്ട ഇങ്ങനെ ഒന്നൊന്നിൻ്റെ മേലെ കയറി അടിക്കല. അപ്പോൾ അത് ഒരു രസമാണ്. ഇവിടെ മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മുമ്പുണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നാഷണൽ ഡേ ദിവസങ്ങൾ പുറത്തിറങ്ങുമായിരുന്നു രാത്രിയിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ പാടില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടാണെന്ന് പോയത്. അങ്ങോട്ടുണ്ട് ഫുജേറ ബൈക്ക്, അവിടെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങൾ പോയിട്ട് പോകുന്നതാണ്. കാണാട്ടോ, ഇത് നല്ല രസമാണ്. ട്രാഫിക്കിൻ്റെ ഇടയിൽ മെല്ലെ മെല്ലെ അങ്ങ് പോയി അവിടെ ഫുജേറ സവാദിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി. അപ്പോഴത്തേക്ക് ഇനായത്ത് ഉണ്ടായിരുന്നു. ഇനായത്ത് ഫുജേറയിൽ തന്നെയാണ് എറ്റിസലാത്തിൽ, ഫുജേറ എറ്റിസലാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനായത്ത് ലീവ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് വന്നിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് സവാദിൻ്റെ അങ്ങോട്ട് വന്നിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഫ്ലാറ്റിൽ പോയിട്ട് അന്ന് ഒരു ദ്വാ ഉണ്ടായിരുന്നു. ദ്വായൊക്കെ കഴിഞ്ഞിട്ട് സവാദിൻ്റെ ഇളമ്മ മരിച്ച ഒരു ഇതുണ്ടായിരുന്നു. ഇളമ്മയാണോ മുത്തമ്മയാണോ എന്തോ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് പിന്നെ അങ്ങനെ പിന്നെ അവിടെ പോയി യാസീനൊക്കെ ഓതി ദുആ ചെയ്തു. അപ്പോഴത്തേക്ക് ഇതാ റഹീം ഉണ്ടായിരുന്നു കേട്ടോ. റഹീമും റജീനയും അവിടെ അവരെത്തിയിരുന്നു. ഇവരെ മരിപ്പറിയാമെന്ന് പറഞ്ഞിട്ട് അവർ എത്തിയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വെച്ചിട്ട് അവരെയും കണ്ടു, റഹീമും മോളും റജീനയും അവരെയും കണ്ടു. അപ്പോൾ ഇവർ മക്കളൊക്കെ ഇതാ നല്ല കളിയിലായിരുന്നു. ഞാനിതാ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഓരോന്നോരോന്ന് ചാടി എണീക്കാൻ തുടങ്ങി. നല്ല അടിപൊളിയായിരുന്നു. മക്കൾക്ക് നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഈ സവാദിൻ്റെ മോളുടെ ഒരു കഥ പറച്ചിലുണ്ട്. ഞങ്ങളുടെ ദ്വീപ് ഭാഷയിലൊരു കഥ പറയുന്നത് ഞാൻ ഷോർട്ടാക്കി ഇട്ടിരുന്നു. അവർ വീട്ടിൽ വന്നപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ, നല്ല രസമുണ്ട് കേട്ടോ. ക്യൂട്ടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കുരങ്ങച്ചൻ്റെ കഥയാണ്. കേട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയണേ. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ദുബായിക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.